പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ കാലാവസ്ഥാ റിപ്പോർട്ട് പരിശോധിച്ചാൽ കനത്ത മഴ തുടരുന്ന സാഹചര്യമാണെന്നാണ് വിലയിരുത്താനാവുക. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂർ അനുഭവപ്പെടുന്ന കാലാവസ്ഥ സംബന്ധിച്ച് സംസ്ഥാന കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മാപ്പ് പരിശോധിച്ചാൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടായിരിക്കും. ഈ ജില്ലകളിലെല്ലാം മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യം പരിഗണിച്ച് ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. 10 മണിയോടെ പുതിയ അപ്ഡേറ്റ് പുറത്തുവരും. ഇനി ജില്ലകളിലെ സാഹചര്യം നോക്കിയാൽ തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. ജില്ലയിൽ അനുഭവപ്പെടുന്ന ഉയർന്ന താപനില 32 ഡിഗ്രിയും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. എറണാകുളത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജില്ലയിൽ ഇന്നത്തെ ഉയർന്ന താപനില 30 ഡിഗ്രി സെൽഷ്യസാണ്. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. കോഴിക്കോട് യെല്ലോ അലർട്ടിലാണുള്ളത്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും ഇടിയും മിന്നലും ഉണ്ടാകും. ജില്ലയിൽ കനത്ത ജാഗ്രത വേണം. കോഴിക്കോട് ഉയർന്ന താപനില 28 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കണ്ണൂരിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യെല്ലോയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കണ്ണൂരിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ജില്ലയിലെ ഇന്നത്തെ ഉയർന്ന താപനില 29 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ ജില്ലകളിലും അലർട്ട് ഉള്ളതിനാൽ ജില്ലാ ഭരണകൂടങ്ങളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുത്. ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യബന്ധനത്തിനും നിയന്ത്രണമുണ്ട്.